അങ്ങനെ ഫൈനലി ഒരു ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ച് ഞങ്ങൾ മുരുടേശ്വരനോട് ബൈ പറഞ്ഞു. അടുത്ത ഞങ്ങൾ ഉടുപ്പിയിലേക്കാണ് പോണത്. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് പോകാമെന്നായിരുന്നു. പക്ഷേ അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചേഞ്ചസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ട്രെയിനാണ് ഫൈനലി ഫിക്സ് ചെയ്തത്. എനിക്ക് ട്രെയിൻ ഭയങ്കര പേടിയുള്ളൊരു വണ്ടിയാണ്. എന്താണെന്നറിയില്ല, എനിക്ക് കയറാനും പേടിയാണ്. കയറിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവും. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു സാധനമാണ് കേട്ടോ. പക്ഷേ വിശാഖ് പറഞ്ഞു സാരമില്ല, ആരും ഉണ്ടാവില്ല. പിന്നെ വിശാഖിൻ്റെ വാക്കും വിശ്വസിച്ചാണ് ഞാൻ കയറിയത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരും ഉണ്ടായിരുന്നില്ല. ഞാനും വിശാഖും വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട് പോയി കേട്ടോ. പക്ഷേ എനിക്ക് ഉറങ്ങാനും ഇരിക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. 1.5 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു. ഞാൻ പുള്ളീനെ ഉറങ്ങാൻ വിട്ടില്ല കേട്ടോ. എൻ്റെ പേടി കരുതി പിന്നെ പുള്ളി എനിക്ക് കൂട്ടിരിപ്പുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഇങ്ങനെ ഒരാളുള്ളൂ എന്നാണ് വിശാഖ് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും ട്രെയിൻ ഭയങ്കര കംഫർട്ടബിളാണ് പുള്ളിയുടെ അഭിപ്രായം. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഉടുപ്പിയിലെത്തി ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ പോയത് റെൻറ്റിന് സ്കൂട്ടർ എടുക്കാനാണ്. അങ്ങനെ ഒരു ഫാസിനോ റെൻറ്റിന് എടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയിട്ടുണ്ട്. റോക്ക് ഫിഞ്ച് എന്ന് പറഞ്ഞിടത്താണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. വയലും മയിലും കുയിലും എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക ആംബിയൻസ്. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു സ്ഥലം. എന്നാൽ ഭയങ്കര പോഷുമാണ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. കാണുന്ന മാതിരിയൊന്നും അല്ലായിരുന്നു. അടിപൊളി നീറ്റും ക്ലീനുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റൂംസൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങൾ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ചെന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. ഇത് അമ്പലമാണ് മഠമാണ്, എങ്ങോട്ട് പോകണം തൊഴാനെന്നൊക്കെ. പിന്നെ ചോദിച്ചും പറഞ്ഞും ഒക്കെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി റൂമിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മൺസൂൺ ആയതുകൊണ്ട് ഐലൻഡിലേക്കുള്ള ബോട്ടിങ് 2 ദിവസത്തേക്ക് നിർത്തി വെച്ചേക്കുമായിരുന്നു. അത് ഭയങ്കര ഒരു സങ്കടം തോന്നി. അങ്ങനെ ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോൾ ഒരു ബീച്ച് ഹൈവേ ഉണ്ടായിരുന്നു, ഒരു 7 കിലോമീറ്ററുള്ള. ഞങ്ങൾ എന്തായാലും അതുവഴി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. വ്യൂസൊക്കെ ഒന്നും പറയാനില്ല. ഉടുപ്പി പോണവരൊക്കെ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സെൻറ്റ് മേരീസ് ഐലൻഡിൽ പോകാൻ പറ്റാത്ത സങ്കടമൊക്കെ ഞാൻ കാണുന്ന പാടത്തും പറമ്പത്തും ഒക്കെ ഇറങ്ങി തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മണിക്ക് തിരിച്ച് റൂമിൽ പോയി. ഞങ്ങൾക്ക് 4:30ക്കാണ് ബസ് ആയതുകൊണ്ട് തന്നെ പോയി റെഡിയായി ഞങ്ങൾ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉടുപ്പി പോകുമ്പം ഈ പ്ലേസസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ലൈറ്റ് ഹൗസിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ലവ് യു.